ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വറ്റത്തല കറി വെക്കുക. വറ്റയുടെ തല ഫുള്ളായിട്ടല്ല, പീസാക്കി. അപ്പോൾ ഇതാ മുറ്റത്താണ്, ഇത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ അവിടെ ഒരു താൽക്കാലിക അടുപ്പൊക്കെ കൂട്ടി. ഇത്രയും പെട്ടെന്ന് തീ പിടിക്കുമെന്ന് ഓർത്തില്ല, ആദ്യമേ അങ്ങ് തീ പിടിപ്പിച്ചു. ഇപ്പോൾ അത് ആളിക്കത്തും, ഉണക്ക വിറകുമാണ്, പെട്ടെന്ന് കത്തി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്നേ ഉള്ളൂ. അതവിടെ കത്തിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്നെല്ലാം റെഡിയാക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില ഇല്ല, കറിവേപ്പില വേണം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ കുറച്ച് ചുമന്ന ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ, ശകലം 5-6 അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഇടത്തില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുടംപുളി. ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് തലക്കറിക്ക് ഇടാൻ പാടില്ല. നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളുടെ മെയിൻ തലക്കറി വെക്കുന്നതിന് അധികം ഇൻഗ്രീഡിയൻസ് ഇടരുത്. അതിൻ്റെ തലയുടെ ആ ദശകളുടെ സത്ത് ഇങ്ങനെ ഇറങ്ങണം. അതുപോലെ കുറുകി വെക്കല്, ഇച്ചിരി നീട്ടി വെക്കണം. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാമേ. ചട്ടി ചൂടായേ, നമുക്ക് എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ. കുറച്ച് മതി. ഇനി എണ്ണ ചൂടാവട്ടെ. ഇതിനകത്ത് കാണിക്കും. ഈ കടുകിടാം. ഉലുവ കുറച്ച് മതി. ഇനി ഇതാ 4 പച്ചമുളക് ഇങ്ങനെ അറ്റം പൊട്ടിച്ചത്. ഇത് ഇത്രയും ചെറിയ ഉള്ളി, ഇത്രയും വെളുത്തുള്ളി, ഇത്രയും ഇഞ്ചി, ഒത്തിരി ആകരുത് അഴുക്കാം. അപ്പം അത് പൊട്ടുന്നുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണം, കറിവേപ്പില ഇല്ല. മൂക്കട്ടെ കേട്ടോ. അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പ പൊളിക്കാം. മിക്സിയിലൊന്ന് ചതയ്ക്കും. കാണിക്കും. 1.5 കിലോ വറ്റത്തലയാണ്. അപ്പോൾ അതിനുള്ള മുളക് ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ.
ചൂട് കൂടുതലായതുകൊണ്ടാണ് പൊടിയായിട്ടിടാതെ നമ്മളിങ്ങനെ കലക്കിയിട്ടത്. വിറകടുപ്പായതുകൊണ്ട് ഭയങ്കര ചൂടാണ്, ചട്ടി ചൂടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് മൂത്തപ്പം നമ്മൾ മുളക് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ കാശ്മീരി ചില്ലി ഇട്ടത് കേട്ടോ. മറ്റേതാകുമ്പോൾ തലക്കറി കൂട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ചുണ്ടൊക്കെ നമുക്ക് എരിയും. നമ്മളിങ്ങനെ കടിച്ച് കഴിക്കത്തില്ലേ, എനിക്ക് കണ്ണ് തുറക്കാൻ മേല. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുമ്പോൾ കഷ്ണം ഇടണം. പുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിനകത്ത്. കണ്ടോ, ഈ തലക്കറിക്ക് ഇച്ചിരി വെള്ളം ഇങ്ങനെ നീണ്ടിരിക്കണം. അധികം എരിവും പാടില്ല. തിളപ്പിച്ച് വെച്ച വെള്ളത്തിലാണ് മുളക് കലക്കുക കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ. ഇനി തീ കൊടുക്കാം. ഇനി നമുക്ക് തീ കൊടുക്കാവേ. അരപ്പ് മൂപ്പിക്കുന്നതിന് മുമ്പ്, അരപ്പൊഴിക്കുന്നതിന് മുമ്പ് തീ കൊടുത്താൽ ഇൻഗ്രീഡിയൻസും ഒക്കെ കരിഞ്ഞു പോവും. പിന്നെ അരപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കിയതുകൊണ്ട് കരിയത്തില്ല. പക്ഷെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. ഇനി വിറവ് നന്നായിട്ട് വെച്ച് കൊടുത്ത് തീ നന്നായിട്ട് കത്തിക്കുക. തിളയ്ക്കണമല്ലോ പുളി. ഇനിതാ കുടംപുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോണേ, ഉപ്പിട്ട് കുടംപുളി നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് പുളിയും, ഇത് സത്ത് മുഴുവൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഡാർക്ക് കളറിലിരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളവും പുളിയും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് പുളി ഇടുന്നു കേട്ടോ. പുളിവെള്ളം ഞാൻ പിന്നീടേ ഒഴിക്കുന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചിപ്പോൾ ഒഴിക്കും. ഓക്കെ, ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. തിളയ്ക്കുമ്പം മീൻ പെറുക്കിയിടണം. അപ്പോൾ ഇതാ കഷ്ണം ഇട്ടു. കഷ്ണം ഇട്ടത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. ഇതാ കഷ്ണം ഇട്ട് ഇനി നമുക്കങ്ങ് മൂടി വെക്കാം കേട്ടോ. ഇത്രയും വെള്ളമേ ആകാവുള്ളൂ, ഒരുപാട് മേളിൽ കിടക്കരുത്. ഇത് വെന്തിപ്പം മീൻ വെന്ത് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഈ മീനിന് നികക്കെ വെള്ളമേ വെക്കാവുള്ളൂ. ഇടയ്ക്ക് നോക്കണം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും പുളിയുള്ളത്, ഉപ്പിട്ട പുളിവെള്ളം, അതുകൊണ്ട് അതൊഴിച്ചാൽ മതിയാവും. ഇപ്പോൾ തിളക്കട്ടെ, മൂടി വെക്കാം. കറിവേപ്പില ഈ സമയത്ത് നല്ലതായിട്ട് ഇടണം, പക്ഷേ ഇല്ല കേട്ടോ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല തിളച്ച് വെന്ത് പറ്റി കേട്ടോ. നമുക്കിനി ഉപ്പും പുളിയൊക്കെ നോക്കാം, സത്തൊക്കെ ഇറങ്ങിയോന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഒരുപാട് വെള്ളം വെച്ചാൽ അങ്ങ് നീണ്ട് വെള്ളമായിട്ട് അതിൻ്റെ സത്തെല്ലാം ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകും. ഇതാ ഇങ്ങനെ ഇരിക്കണം, ഒത്തിരി എരിവ് പാടില്ല. ഇനി നമുക്ക് ലാസ്റ്റ് കടുക് താളിക്കണേ താളിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ എണ്ണ ഒഴിച്ചതല്ലേ, അപ്പം കടുക് താളിക്കണേ താളിക്കാം. നോക്കട്ടെ, കഷ്ണം വെന്തോ പിടിച്ചോ എന്നൊക്കെ നോക്കണം. പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ്, ഇട്ടതൊക്കെ കറക്റ്റായിരുന്നു. എരിവും എല്ലാം കറക്റ്റ്. ഇനി കുറച്ചുകൂടെ നല്ലതായിട്ട് മൂടി വെച്ച് കുറേ കൂടെ അങ്ങ് അതിൻ്റെ ദശയുടെ ആ ടേസ്റ്റ് അങ്ങ് ഇറങ്ങട്ടെ. തീ കുറച്ച് വലിച്ചു വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് തീ ഒരുപാട് ആവശ്യമില്ല. ഇനി നമുക്ക് കപ്പയ്ക്കുള്ളത്, ഞാൻ 2 കിഴങ്ങേ കപ്പ എടുത്തുള്ളൂ, ഞാനും ആരണും അല്ലേ ഉള്ളൂ. ഇനി കപ്പയ്ക്കുള്ളത് ചതയ്ക്കാം. ഞങ്ങൾ തേങ്ങ ഇടത്തില്ല കപ്പ വേവിക്കുന്നതിന്.
ഞങ്ങൾ പച്ചമുളക് കഴുകിയെടുക്കണം. അതൊരു 4 എണ്ണം മതി, കുറച്ച് കപ്പയേ ഉള്ളൂ. ഇത് കഴുകണം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത് മതി. 3 വലുതായതുകൊണ്ട് ഇത് മതി. പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഇത് പൊളിച്ചെടുക്കണം. ഒരു 5-8 ചെറുത്, അത്രയേ ഉള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർക്കും, ഉപ്പും, ഇത്രയേ ഉള്ളൂ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കും, അല്ലാതെ തേങ്ങ ചേർക്കത്തില്ല, നല്ല കുഴയ്ക്കും. അപ്പോൾ അത് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, കാണാം. കട്ടൻ അടിക്കുന്ന സമയം 3 മണിയാണ് എൻ്റെ കട്ടൻ്റെ സമയം. കടുക് താളിക്കണം. ഇനി ആ വിറകും കൂടി എടുത്ത് വെച്ചു. നമുക്ക് കപ്പ വെക്കണം. ഇനി അടുത്ത് കപ്പയ്ക്കുള്ളത് ചതയ്ക്കുക. പച്ചമുളകും വെളുത്തുള്ളി ചുമന്നുള്ളി, ജീരകമൊന്നും ഇടുകയില്ല. കറിവേപ്പില ഇടും കേട്ടോ, പക്ഷെ ഇല്ല. മീൻ്റെ നല്ല ദശ വെന്ത മണം വരുന്നുണ്ട്. വറ്റയുടെ തലയല്ലേ, സൂപ്പറാണ്. നല്ല നാടൻ കുടംപുളിയുമാണേ, കോട്ടയം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ വെന്തിറങ്ങണം. കപ്പയ്ക്ക് എപ്പോഴും പച്ചമുളകാണ് ടേസ്റ്റ്, നാടൻ പച്ചമുളക്. ഒത്തിരി അരയരുത്, ചതച്ചിടണം. ഞാൻ 25 വർഷം പുറകോട്ടൊന്ന് പോയി. എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ പുറത്ത്, ഓണാണോ? എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ പുറത്ത് അടുപ്പ് കൂട്ടി പാചകം ചെയ്യുമായിരുന്നു. അന്നൊക്കെ യൂട്യൂബ് ഉണ്ടായിരുന്നേ. ഞാൻ ഭയങ്കര റീച്ചുള്ള യൂട്യൂബറായതിന്. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ വീടും കുടുംബവും നോക്കുന്നതും എൻ്റെ പാചകങ്ങളൊക്കെ. പിന്നെ എൻ്റെ വാതുക്കെ തറവാട്, ഇപ്പുറത്ത് ഉപ്പാപ്പൻ, ഇപ്പുറത്ത് ഉപ്പാപ്പൻ, ഇതെല്ലാം എല്ലാവരുമായിട്ടുള്ള സഹകരണം, അങ്ങനെയൊക്കെ. അയ്യോ, അതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ജോയിൻറ്റ് ഫാമിലി. പിന്നെ ഞങ്ങളുടെ പശു ചാപ്ര, ഞങ്ങളുടെ ടോമിപ്പട്ടി, പമ്മുപ്പട്ടി, അയ്യോ, ഞങ്ങളുടെ കോഴി, ആട്, ഗിനി, താറാവ്, മുയൽ, ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നല്ല വീഡിയോ ആക്കി എടുക്കാമായിരുന്നു. നല്ല. ഇതിനകത്ത് ഉപ്പ് കല്ലിടുവാണേ. എടുക്കുന്നുണ്ടോ? ഓഫാണോ? ആവശ്യത്തിന് ഉപ്പ് കല്ല് എപ്പോഴും നല്ല കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് മീൻ ചട്ടി വാങ്ങാവേ. ഈ കപ്പ, ഇത് സ്റ്റീലിൻ്റെ പാത്രം, സാരയില്ല പോട്ടെ. ആരാണ് എടുത്തുകൊണ്ട് വന്ന് അവനെ അറിയത്തില്ല. അലുമിനിയം വെക്കണ്ട്. അത് വെച്ച് ഇച്ചിരി ഒന്ന് അടുപ്പത്തൊന്ന് കൂട്ടട്ടെ. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, എല്ലാം ഇട്ടു. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതൊഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പില ഇല്ല.
ഇനി രണ്ടിനും ഇച്ചിരി കടുക് അങ്ങ് താളിച്ചേക്കാം. എനിക്ക് നല്ല ലൂസായിരിക്കണേ, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കും. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അതെ, ചട്ടിയുടെ വലുപ്പത്തിൽ ഞങ്ങൾ അടുപ്പ് കത്തിച്ചതുകൊണ്ട് അത് ഇച്ചിരി അകന്നല്ലേ ഇരുന്നേ. ഇപ്പം ഞങ്ങൾ ഇച്ചിരി അടുപ്പിച്ചു, തള്ളി ഇങ്ങോട്ട് അടുപ്പിച്ചു. ഇനിയിപ്പോൾ ഇതിവിടെ ഇരുന്ന് പതുക്കെ ആവി കയറുമ്പോൾ നമുക്ക് കടുക് താളിക്കാനുള്ള ചുമന്നുള്ളി അരിയും. ഇച്ചിരി ചുമന്നുള്ളി എടുത്തുകൊണ്ട് വരണേ. അപ്പോൾ ഞാനിന്ന് ചുമന്നുള്ളി വരുന്ന സമയത്തൊന്ന് കട്ടൻ കാപ്പി ഊതി ഇച്ചിരി കുടിക്കട്ടെ. വാ, എടുത്തുണ്ട് അരിയേക്കണേ. ചുമന്നുള്ളി എടുത്തു. ഓക്കെ. ഹായ്, കഴിക്കണ്ടേ? തലക്കറി, വറ്റ തലക്കറിയും കപ്പ വേവിച്ചത് ഇവിടെ ഇരുന്ന് കഴിക്കണ്ടേ? രാത്രിയൊക്കെ ആകുന്നതിന് മുമ്പ്. ഇപ്പോൾ 5 മണിയായി. 5 മണി. ഞങ്ങൾ 3:30 4 മണിക്ക് തുടങ്ങിയതാണ്. 4 മണിക്ക്. ഓണാണോ? വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലേ ഞങ്ങളിങ്ങനെ കണ്ടമാനം എണ്ണ ഉപയോഗിക്കുന്നവരല്ല. ഇടട്ടെ. കറിവേപ്പിലയില്ല, കൊച്ചുള്ളിയും കടുകും. ഇനി നമുക്ക് കടുക് താളിക്കാം. കപ്പയ്ക്ക് കൂടുതലിരിക്കട്ടെ. മീനിന് നമ്മൾ എണ്ണ ചേർത്തതല്ല, അതുകൊണ്ട് അത്രയ്ക്ക് വേണ്ട. ഇനി വാഴയില വെട്ടി നമുക്ക് കപ്പ കഴിക്കാം. എന്തിനു താമസിപ്പിക്കുന്ന? ആരെ നോക്കിയിരിക്കുന്നേ? ഞാൻ ഇല വെട്ടിക്കൊണ്ട് വരട്ടെ. കത്തിയോടെ വാ. ഫോൺ പോക്കറ്റിലിട്ടു. ഇത് മതിയോ? ഇല വെട്ടാം. നമുക്ക് കഴുകട്ടെ. വാ, കപ്പ കഴിക്കാൻ വാ. അവിടെ വെച്ച് കഴിക്കാം അല്ലേ? അടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. പോക്കറ്റിൽ ഇതാ നമ്മുടെ കപ്പ ഒന്ന് കാണിച്ച്.
കടുക് താളിച്ച കപ്പ കാണാവോ? പോരെ. മീൻകറി നടുക്കിടണം അല്ലേ? ഒഴുകി പോ. നമ്മുടെ കാണിച്ചേ മീൻകറി കണ്ണുള്ളതല്ലേ ഇഷ്ടം? നെയ്യുള്ളത് ഇതാ നെയ്യുള്ള. മതിയാവുമ്പം പറയണം. കഷ്ണം മതിയോ? ഇനി ചാറൊഴിക്കട്ടെ. ഒത്തിരി പേര് കൂടിയിരുന്ന് കഴിക്കണം അല്ലേ? എന്നാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. ചാച്ചയും മേമയൊക്കെ വേണം അല്ലേ? ചാച്ചയും മേമയെന്ന് വെച്ചാൽ എൻ്റെ അപ്പനും അമ്മേ, അവർ നല്ല ആസ്വദിച്ച് കഴിക്കും. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. കട്ടൻ കാപ്പി, കപ്പ വേവിച്ചത്, മീൻകറി. എൻ്റെ മുഖമെല്ലാം വല്ലാതെ വേർത്ത് ഇതൊക്കെ കൊണ്ട് കരിവാളിച്ചായിരിക്കും. കരി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കയ്യിലെ കരി മുഖത്തുണ്ടോ? ഇല്ല അല്ലേ? കരിയൊക്കെ കണ്ടോ? ഇതൊക്കെ കൂട്ടി കഴിക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ സ്തോത്രം, നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യം കഴിക്കാം അല്ലേ? ഭയങ്കര ചൂടാ. ഇച്ചിരി ദശയെടുക്കുക. നല്ല വെന്തു. വറ്റയുടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിക്കണം. കുഞ്ഞുവിനല്ലേ തരണ്ടേ? നെയ്യുള്ള പീസായിരുന്നു. നെയ്യുള്ള അരി വെച്ചേർട്ടെ. വാ, ഓഫ് ചെയ്യണ്ട, തിരിച്ചുപിടി. കിട്ടുന്നുണ്ടോ? കിട്ടുമോ? കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കിടിലേ. ഇതുപോലെ കുഴഞ്ഞിരിക്കണം അല്ലേ? കൈ വെന്ത് പോവാ. കട്ടൻ കാപ്പിയും കൂടെ കുടിക്കണം. ചൂടുപോയി. ഞാൻ അത് പറയട്ടെ, ലാസ്റ്റ് വൈൻഡപ്പ് ആക്കട്ടെ. യോഗ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തില്ല. എന്നാ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും കഴിച്ചോ. ഞാൻ ആരെണ്ണം കൊടുക്കട്ടെ. എങ്ങനെയുണ്ട്? കിട്ടില്ല. ഉറക്കെ പറ. സൂപ്പർ. വായി കപ്പ കിടക്കും, അതാ. കഴിക്കട്ടെ. ഇതിങ്ങനെ കാണിച്ചേ ദശ എടുക്കുന്നത്.
ദാ കപ്പ എടുക്കുക, ദശ എടുക്കുക. കഴിക്കട്ടെ. നമ്മുടെ അന്നാമ്മ കഴിക്കുന്ന പോലെ കഴിക്കാം. അന്നാമ്മ കോഴിക്കോട്ടെ. എനിക്കിതാന്ന് കോഴിക്കോട്ടെ അന്നാമ്മ കഴിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഇടണം തമ്മനയിൽ കാണിച്ച്. കപ്പയും ഇതെല്ലാം കൂടെ ഒരു കണ്ടോ ഇങ്ങനെ ഇച്ചിരി കൂടെ ഇവിടെ കട്ടൻ കാപ്പി അങ്ങനെ ഇടണം തമ്മനയിൽ. ഇതിടണം. അല്ലേ? അതിടാം. ഇനി ഞങ്ങൾ മൊത്തം കഴിച്ചിട്ട് കാണിക്കാം. ചൂടാ, ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോൾ. കഴിച്ചിട്ട് കാണിക്കാവേ. ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുക. കട്ടൻ കാപ്പി ഇപ്പോൾ വരാം. കഴിച്ചിട്ട് തീരാറാകുമ്പോൾ വടിക്കുന്ന കാണിക്കാവേ. ബീച്ചിലിരുന്ന സമയത്ത് പറയട്ടെ. കപ്പ എടുത്തത്രയും കഴിച്ചത്രയും കൂടെ ഉള്ളൂ. മീൻ തലക്കറി കുറേ കൂടെ എടുത്തു കാണിച്ചേ. കുറേ കൂടെ എടുത്തു. കാരണം എരിവൊന്നുമില്ല. നല്ല ടേസ്റ്റ്. ഇത് മറ്റേ എന്നാ പിരിയൻ മുളകായതുകൊണ്ടാണ് ഈ കളറ്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട്. പക്ഷെ ഒരു എരിവും ഇല്ല. സൂപ്പർ. കണ്ടോ ഇതൊക്കെ ഇത്രയും കഴിച്ച കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി രണ്ടാമത്തെ ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ കഷ്ടപ്പെട്ട് പുറത്തിരുന്ന് കപ്പ വേവിച്ചത് മീൻകറി മീൻ തലക്കറി വറ്റക്കറിയും ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓഹമൊക്കെ വല്ലാതിരിക്കുക ചൂടടിച്ച്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.